എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 4-ാമത് വാക്യം, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ്. ഭക്തനായ ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ് ഞാനെന്നും, ഞാനാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമെന്നും, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്നും വ്യക്തമാക്കുമ്പോൾ ഇയ്യോബിനോട് ചോദിക്കുകയാണ്, ഞാനിതൊക്കെ നിർമ്മിക്കുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്യുന്ന യഹോവയുടെ അരുളപ്പാട് എന്നാണ്. അവിടെ യഹോവയായ ദൈവമാണ് ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്തത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ വരുമ്പോഴും പറയുന്നത്, ഞാൻ ആകാശത്തെ നടുക്കുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകിപ്പോകും എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിടെ കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയില്ല എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. എന്താണ് ഈ വാക്കുകളിൽ ഓർപ്പിക്കുന്നത്? സകലത്തിൻ്റെയും സൃഷ്ടിതാവ്, ആകാശവും ഭൂമിയും അടക്കമുള്ള ഭൂമിയിലും ആകാശത്തിലും കാണുന്ന സകലത്തിൻ്റെയും സൃഷ്ടിതാവ് ദൈവമാണെന്നും, ആ ദൈവം ഇതൊക്കെ സൃഷ്ടിക്കുന്ന നാളിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ദൈവമാണെന്നും ഓർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇയ്യോബിനോട് അതുതന്നെയാണ് ചോദിക്കുന്നത്, അന്നും നീ ഇല്ലെന്നും അന്നും എൻ്റെ കരം പ്രവർത്തിച്ചെന്നും ആ ഭൂമി ഞാൻ പറയുന്ന നാളിൽ കുലുങ്ങുകയും പൊട്ടുകയും കീറുകയും ചാഞ്ചാടുകയും ചെയ്യുന്നു എങ്കിൽ എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഇയ്യോബിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളായി തന്നെയാണ് ആ വാക്യങ്ങൾ നിലനിൽക്കപ്പെടുന്നതെന്ന് നാം മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും അവിടെ കാണുവാനായിട്ട് കഴിയുന്ന വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ 1-ാം വാക്യം പറയുന്നത്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ എന്ന പദങ്ങളുമാണ്. പ്രിയരെ, ഭൂമിക്കടിസ്ഥാനമിട്ടവൻ ദൈവമാണെന്നും ഭൂമിയുടെ മേൽ സകലത്തിന്മേലും അധികാരമുള്ളവൻ ദൈവമാണെന്നും ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നാം മുൻപോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ്
ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്നും ഈ വാക്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ആ നിലകളിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, മനോഹരമായ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂമിക്കടിസ്ഥാനമിട്ട സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു എന്ന ബോധ്യതയോടെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനമൊക്കെയും ഇളകുന്നു എന്ന് പറഞ്ഞ വചനപ്രകാരം ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.